Okay, കേൾക്കാൻ പറ്റുന്നില്ലേ? Yes, sir. So yesterday uh, we discussed about air refrigeration systems, and the first type of air refrigeration system was simple or basic air refrigeration system. I hope you remember the schematic representation of that setup. From that schematic representation, we understood what are the processes undergone by the working fluid which flows through the total system or the components of the system. Since the name itself suggests air refrigeration system, the working fluid here is air. So basically, air refrigeration system employs Bell-Coleman cycle, and if we make certain modifications or additions with respect to that, because of few drawbacks of Bell-Coleman cycle, we arrive at the simple or basic air refrigeration system. Now, from the setup and the components, we understood what are the processes undergone by the working fluid, and with that knowledge, we came to the discussion on TS diagram. Now we understand what are the processes in simple air refrigeration system. 1 to 2, the process 1 to 2 was what? എന്തായിരുന്നു 1 to 2 process? Does anyone remember? ഓർമ്മയുണ്ടോ 1 to 2 process എന്താന്നുള്ള? മുമ്പിൽ TS ഡയഗ്രാം വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. Sir, ramping process. 1 to 2 is the ramming process. Very good. എന്തായിരുന്നു ramming process? As the aeroplane moves forward, the air from the atmosphere enters into the engine cabinet with high velocity. As soon as it gets in contact with the inlet area, the velocity drops and part of that kinetic energy is converted to pressure energy. That is the ramming process. It is basically due to the profile or shape of the engine that this ramming process commences. Now, which was 2 to 3 process? What was it? What was the 2 to 3 process? അറിയില്ല. ആർക്കും അറിയില്ല. 2 to 3. Isentropic compression, which occurs in the main compressor. ഓക്കെ, ഐസെൻട്രോപിക് കംപ്രഷൻ എന്താണെന്നുള്ളതെല്ലാം നമ്മൾ ആ റിവേഴ്സ്ഡ് കാരണം അത് മുതലേ അല്ലെങ്കിൽ ബെൽ കോൾമാൻ സൈക്കിളിലൊക്കെ നമ്മൾ നോക്കിയതാണ്. വാട്ട് ഈസ് 3 to 4 പ്രോസസ്? എന്തായിരുന്നു 3 to 4? Cooling process. Where does 3 to 4 process occur? എവിടെയാണ് സംഭവിക്കുന്നത്? ജുനൈദ് ഉണ്ടോ? ജുനൈദ് മൈക്ക് ഓൺ ഓഫ്. ജുനൈദ് ജുനൈദ് ഉണ്ടോ? ആ ജുനൈദ്, എന്താണ് 3 to 4 പ്രോസസ്? അറിയില്ല. കോൺസ്റ്റന്റ് കംപ്രസർ പ്രോസസ്സാ. കോൺസ്റ്റന്റ് കംപ്രസർ പ്രോസസ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, എനിക്ക് അറിയേയില്ല. കൂളിംഗ് പ്രോസസ്. എനിക്കറിയാം. ഏതാ? കൂളിംഗ് പ്രോസസ്. കൂളിംഗ് പ്രോസസ്സ് ശരിയാണ്. എവിടെയാണ് ഇത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് കൂളിംഗ് സംഭവിക്കുന്നത്? ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചർ
ഹീറ്റ് എക്സ്ചേഞ്ചറിലല്ല സംഭവിക്കുന്നത്. അതെ, എന്താന്ന് സംഭവം എന്ന് പറ. എന്താ, വാട്ട് ഈസ് ഹാപ്പനിങ് ദർ, അത് പറ. പ്രണവ് കെ, പ്രണവ് കെ ഇല്ലേ? പ്രണവ് കെ ഇല്ലേ? പ്രണവ് കെ. മുഹമ്മദ് സിനൻ. മുഹമ്മദ് സിനൻ. എങ്ങനെയാ? ഹൗ ഡസ് ഹീറ്റ് എക്സ്ചേഞ്ചർ റെഡ്യൂസ് ദ ടെമ്പറേച്ചർ? ഹീറ്റ് എക്സ്ചേഞ്ചർ റെഡ്യൂസ് ചെയ്യുന്ന ഫാൻ, എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ട്. അയ്യോ എന്റെ അമ്മേ, അല്ല, കൂളിംഗ് ടർബൈൻ വെച്ചിട്ട്. അത് അതിനപ്പുറത്തെ തെറ്റ്. കൂളിംഗ് ടർബൈൻ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ഉള്ളിൽ കൊണ്ടേ വെക്കുക അയ്യ. മുഹമ്മദ് സിന് ഞാൻ ഇന്നലെ വരച്ച ഫിഗർ വരച്ചെടുത്തിട്ടുണ്ടോ? ആ വരച്ചിന്. അതെയാ, ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ഉള്ളിലാ കൂളിംഗ് ടർബൈൻ ഉള്ളത്? അല്ല, അതിന്റെ പുറത്ത്. അതിന്റെ പുറത്ത്. അപ്പൊ പിന്നെ ഹീറ്റ് എക്സ്ചേഞ്ചറിന് കൂളിംഗ് ടർബൈൻ വെച്ചാൽ പോരെ? കൂളിംഗ് ടർബൈൻ ഉപയോഗിച്ച് ഹീറ്റ് എക്സ്ചേഞ്ചറിനെ കൊണ്ട് എന്തിനാ തണുപ്പിക്കുന്നത്? ഹീറ്റ് എക്സ്ചേഞ്ചറിന് പുറത്ത് വരുന്നത് കൂളിംഗ് ടർബൈൻ വെച്ചിട്ട്. അപ്പൊ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ എന്താ നടക്കുന്നത്? റനീഷ് ഉണ്ടോ? റനീഷ്, റനീഷ്. Yes, sir. എന്താ 3 to 4 പ്രോസസ് എന്താ? ഇവിടെ ചെറിയ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയല്ലേ പഠിപ്പിക്കുന്ന നിങ്ങളാ? ഓരോ കാര്യം ചിത്രം വരച്ച് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ പോകുന്നു, അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വരുന്നു, അതിന്റെ പുറത്തോടെ വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു. നിങ്ങൾക്ക് തലക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യം പഠിപ്പിക്കുന്നുണ്ടോ? ഇതൊന്നും മനസ്സിലാക്കിക്കൂടെ ക്ലാസ് എടുക്കുമ്പോൾ എന്നാ പറഞ്ഞിരുന്നു എന്നുള്ളത്? മനസ്സിലാക്കി വെച്ചാൽ പറയുന്നത് എന്തെങ്കിലും ഇതിന് ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ആ ഫിഗർ മുന്നിൽ വെച്ചിട്ടില്ല ഞാൻ ചോദ്യം ചോദിക്കുന്നത്. മനസ്സിലാക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് ക്ലാസ് ശ്രദ്ധിച്ചാൽ പോരെ? വെറുതെ ഇതിൽ ലോഗോൺ ചെയ്ത് വെച്ചിട്ട് വെറുതെ ഫോണിൽ വേറെ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന എങ്ങനെയാ ക്ലാസ് വെക്കുക? പ്രണവ് എൻ പറഞ്ഞാട്ടെ, 3 to 4 എന്താ പ്രോസസ്? 3 to 4 കൂളിംഗ് പ്രോസസ്. അതെല്ലാരും പറഞ്ഞു. എന്താ സംഭവിക്കുന്നതെന്ന് പറ. സാറ് ടർബൈന്റെ ഫാൻ ഇറങ്ങുമ്പോ റാംഡ് എയർ പാസ് ചെയ്യൂ. എന്നിട്ട് പൊന്നുമോനെ, ടർബൈനൊക്കെ വേറെയാണ്. ടർബൈനിലൊന്നും എത്തിയില്ല. ഈ ടർബൈനിൽ എന്താ സംഭവിക്കുന്നത്? ടർബൈനിൽ എന്താ സംഭവിക്കുന്നത് പ്രണവ്? അതും അറിയില്ല. ഓക്കെ, ടർബൈനിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ളൊരു ഉത്തരവില്ലേ. ടർബൈൻ എന്നെല്ലാം പറയാൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ മുതൽ തുടങ്ങിയതാ. കംപ്രസറും ടർബൈനും, കംപ്രസറും ടർബൈനും. പക്ഷെ ഇപ്പം അറിയില്ല ടർബൈനിൽ എന്താ സംഭവിക്കുന്നത്. അടിപൊളി. കൃത്യമായിട്ട് ഓൺലൈൻ ക്ലാസ് എടുത്തായിരുന്നു നിങ്ങൾക്ക്.
പ്രണവ് N, ജുനൈദ്, റനീഷ്. വേറെ ആരോട് ഞാൻ ചോദ്യം ചോദിച്ചേ? വേറെ ആരോടും ചോദ്യം ചോദിച്ചില്ല? മുഹമ്മദ് സിനൻ. ഇത്രയും ആൾക്കാർ ഈ ബേസിക് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്താന്നുള്ളത് എഴുതിയിട്ട് എനിക്കിന്ന് ഇമെയിൽ അയക്കാം. മനസ്സിലാവുന്നുണ്ടോ? പ്രണവ്, ജുനൈദ്, റനീഷ്, മുഹമ്മദ് സിനൻ. മനസ്സിലാവുന്നുണ്ടോ? കേട്ടിട്ടില്ലേ ഇത്രയും ആൾക്കാര്? ഓക്കെ. ഇതാണ് മെയിൽ ഐ ഡി, sangeetpt@stthomashkannur.ac.in. ബേസിക് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്താണ്, അതിന്റെ ഫിഗർ, ഓരോ പ്രോസസ്സും എക്സ്പ്ലെയിൻ ചെയ്ത് TS ഡയഗ്രാം വരച്ചിട്ട് എനിക്ക് അയക്കാം. കേൾക്കുന്നുണ്ടോ? ഇന്നാണ് അയക്കേണ്ടത്. ടുഡേ. എപ്പോ വേണ്ടി അയച്ചു തരുന്നു കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു. അപ്പൊ 3 to 4 പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നടക്കുന്നതാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് ഇന്നലെ വരച്ചത് വെറുതെ ഒന്ന് വരക്കാം. ഇതാണ് നമ്മൾ എവിടെയും എത്താത്തതിന്റെ ഒരു പ്രധാന കാരണം. ഞാൻ ഏതെങ്കിലും ദിവസം നിങ്ങളോട് ചോദ്യം ചോദിക്കാതിരുന്ന നമ്മൾ എവിടെയും പോകില്ല. ചോദ്യം ചോദിക്കാണ്ടിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ എല്ലാ ദിവസവും ക്ലാസ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പിന്നെ അതിനൊന്നും അർത്ഥമില്ല, ഒരർത്ഥമില്ല. ഇതിലൂടെ അറ്റ്മോസ്ഫിയറിക് എയർ വരുന്നുണ്ട്. ഇതാണ് സ്റ്റേജ് 1. അത് ഈ ഇൻലെറ്റ്, ഈ ബോഡീൻ്റെ ഇൻലെറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? റാമിംഗ് പ്രോസസ് സംഭവിക്കും. സോ ഇവിടെ സ്റ്റേറ്റ് 2 ആവും. ഈ സ്റ്റേറ്റ് 2 എന്നുള്ള ഒരു പോർഷൻ എങ്ങോട്ടേക്ക് പോകും? ഇതാണ് മെയിൻ കംപ്രസർ. സി എന്ന് പറഞ്ഞാൽ മെയിൻ കംപ്രസറിൽ പോകും. ഈ മെയിൻ കംപ്രസറിന് ഇത് പുറത്തേക്ക് വരുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആവും. സോ ഇത് തേർഡ് സ്റ്റേറ്റ് ആണ്. ഈ പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ തേർഡ് സ്റ്റേറ്റ് ആണ്. ദിസ് ഈസ് തേർഡ് സ്റ്റേറ്റ്. പുറത്ത് വന്നതിന് നമ്മളൊരു കമ്പഷൻ ചേമ്പറിലേക്ക് കൊണ്ടുപോകും. ആ കമ്പഷൻ ചേമ്പറിന് നേരെ അതിനെങ്ങോട്ട് കൊണ്ടുപോകും? ഇത് മെയിൻ ടർബൈനിൽ കൊണ്ടുപോകും. അപ്പോൾ മെയിൻ ടർബൈനിൽ ഇനി സംഭവിക്കുന്നത്, ഒരു ഗ്യാഷ്യസ് എലമെന്റ് ടർബൈനിൽ കയറി ടർബൈനിൽ എക്സ്പാൻഡ് ആവും. അതായത് അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും, പ്രഷർ കുറയും. ഇതാണ് ടർബൈനിൽ നടക്കുന്നത്. ഇനിയെങ്കിലും ടർബൈനിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്തവർ. അപ്പൊ ടർബൈനിന് ഔട്ട്ലെറ്റ് നമുക്ക് എന്ത് കിട്ടും? ഹോട്ട് അല്ലെങ്കിൽ എക്സോസ്റ്റ് എയർ കിട്ടും. അത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. ടർബൈനിൽ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്, ഒരു വർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ടർബൈനെയും കംപ്രസറിനെയും, ഇഫ് വി കപ്പിൾ ദം യൂസിങ് എ ഷാഫ്റ്റ്, ദാറ്റ് ഷാഫ്റ്റ് ക്യാൻ ബി റൊട്ടേറ്റഡ് യൂസിങ് ദ വർക്ക് ജനറേറ്റഡ് ഫ്രം ദ ടർബൈൻ. That means that work can be utilized in operating the main compressor. ഇനി ഈ മെയിൻ കംപ്രസറിന് പുറത്തു വരുന്നത്, ബിഫോർ ഗോയിങ് ടു ദ കമ്പഷൻ ചേംബർ വി വിൽ സ്ലോലി ബ്ലീഡ് എ ലിറ്റിൽ വിത്തിൻ ദാറ്റ് ഔട്ട്സൈഡ് ദ കമ്പഷൻ ചേംബർ. കമ്പഷൻ ചേംബറിന്റെ പുറത്തുനിന്ന് അല്ലെങ്കിൽ അതിൽ എത്തുന്നതിന് മുന്നേ ലേശം ബ്ലീഡ് ഔട്ട് ചെയ്തെടുക്കും. കുറച്ച് മാറ്റിയും എടുക്കും. അതായത് സ്റ്റേറ്റ് 3 ഫാൻ തന്നെ കമ്പഷൻ ചേമ്പറിൽ പോകുന്നതിന് മുമ്പ് വിൽ ജസ്റ്റ് സ്ലൈറ്റ്ലി ബ്ലീഡ് ഔട്ട് എ ലിറ്റിൽ ആൻഡ് ഗെറ്റ് ഇറ്റ് ഔട്ട് സൈഡ്. നൗ ഇതിന്റെ തൊട്ടിപ്പുറത്താണ് എന്ത് വെച്ചിട്ടുള്ളത്? വി ഹാവ് എ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്. സോ ഈ ബ്ലീഡ് ഔട്ട് ചെയ്തെടുക്കുന്ന സാധനത്തിന് വിൽ ഡയറക്ട്ലി മേക്ക് ഇറ്റ് പാസ് ത്രൂ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കയറുന്നതും സ്റ്റേറ്റ് 3 സാധനമാണ്. അതിങ്ങനെ പാസ് ചെയ്തു. ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് പുറത്ത് വരുമ്പോൾ
അതായത് ഒബ്വിയസ്ലി ഇവിടെ എന്തുണ്ടാവണം, ഇത് സ്റ്റേറ്റ് 4ലേക്ക് എത്തിയിട്ടുണ്ടാവും. ഹീറ്റ് എക്സ്ചേഞ്ചറിലാണ് എന്ത് സംഭവിക്കുന്നത്, ഹീറ്റ് റിജക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അതായത് കോൺസ്റ്റന്റ് കംപ്രസർ പ്രോസസ് അല്ല ജോലി, ഹീറ്റ് റിജക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അതാണ് സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ ബോഡീൻ്റെ ഉള്ളിൽ ഈ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് കംപ്രസറിലേക്ക് ഒരു പാർട്ട് മെയിൻ കംപ്രസറിലേക്ക് ഒരു പാർട്ട് എയർ പോകുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു ലിറ്റിൽ എമൗണ്ട് ഓഫ് ദിസ് റാംഡ് എയർ ഈസ് പാസ്ഡ് ഓവർ ദ ഹീറ്റ് എക്സ്ചേഞ്ചറിന് മുകളിലൂടെ പാസ് ചെയ്തു. അപ്പൊ ഈ റാംഡ് എയറിൽ ഈ തേർഡ് സ്റ്റേറ്റിൽ നിന്ന് അതായത് ഈ കുഴലിലൂടെ പോകുന്ന എയറിനെക്കാട്ടിയും ടെമ്പറേച്ചർ കുറവാണ് ഈ റാംഡ് എയറിന്. ദാറ്റ് മീൻസ് ഇവിടുന്ന് പുറത്തേക്ക് എന്ത് സംഭവിക്കും, ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കും. ആ ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കാനുള്ള കാരണം ഈ റാംഡ് എയർ ഇതിന്റെ പുറത്തൂടെ പോകുന്നതാണ്. ആ റാംഡ് എയർ ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ പുറത്തുകൂടി ഇങ്ങനെ മൂവ് ചെയ്ത് അതിന് ഇതിൽ ഒരു ട്യൂബ് ഇട്ടിട്ട് ഇതിലൂടെ പുറത്തേക്ക് എടുക്കും ഈ റാംഡ് എയറിന്. ബട്ട് ഉള്ളിലൂടെ എന്താ സംഭവിക്കുക, ഉള്ളിലൂടെ മെയിൻ കംപ്രസർ എന്ന് പുറത്ത് വരുന്ന തേർഡ് സ്റ്റേറ്റിലെ ടെമ്പറേച്ചർ സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ 4th സ്റ്റേറ്റിലെത്തി. ഇനി ഈ 4th സ്റ്റേറ്റിലെത്തിയിട്ടുള്ള ദിസ് വർക്കിംഗ് ഫ്ലൂയിഡ് ആണ് വി വിൽ മേക്ക് ഇറ്റ് പാസ് ഓവർ എ ടർബൈൻ. ഇതാണ് നമ്മളെ കൂളിംഗ് ടർബൈൻ. ഈ കൂളിംഗ് ടർബൈനിൽ എഗെയിൻ എന്ത് സംഭവിക്കും, അപ്പൊ കൂളിംഗ് ടർബൈനിലെത്തി 4th സ്റ്റേറ്റ് ആണ്. ഇറ്റ് വിൽ എഗെയിൻ എക്സ്പാൻഡ്, ടെമ്പറേച്ചർ ലോ ആവും, പ്രഷർ ലോ ആവും, ഇത് പുറത്തേക്ക് പോകും. ഇതിനാണ് നമ്മൾ എയറോപ്ലെയിൻ്റെ ക്യാബിനിലേക്ക് കൊടുക്കുന്നത് 5th സ്റ്റേറ്റ്, കൂൾഡ് എയർ. അപ്പൊ എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഇവിടെ ഒരു വർക്ക് ജനറേറ്റ് ആകുന്നുണ്ട്, കാരണം ടർബൈൻ ആണ്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഷാഫ്റ്റിലേക്ക് ഈ വർക്കിനെ ട്രാൻസ്ഫർ ചെയ്യും. സോ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഷാഫ്റ്റിന്റെ അറ്റത്ത് ഒരു എക്സോസ്റ്റ് ഫാൻ വെക്കും. ഇതേ എക്സോസ്റ്റ് ഫാനിലേക്ക് തന്നെ നമ്മൾ ഈ റാംഡ് എയർ, അതായത് ഹീറ്റ് എക്സ്ചേഞ്ചറിന് മേലെ കൂടെ പാസ് ചെയ്തെത്തുന്ന ഈ റാംഡ് എയറിനെയും ഈ ഫാനിലേക്ക് തന്നെ കൊണ്ടുപോകും. ദാറ്റ് മീൻസ് ഹോട്ടായിട്ട് വരുന്ന എക്സോസ്റ്റ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലേക്ക് ഈ എക്സോസ്റ്റ് ഫാൻ വഴി കൊടുക്കും. ഈ 5th സ്റ്റേറ്റിലുള്ള സാധനമാണ് എയറോപ്ലെയിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കൂള് എയർ ആയിട്ട് പോവുക. ദിസ് ഈസ് ബേസിക് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. ഇതേ ബേസിക് എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഇഫ് വി മേക്ക് സ്ലൈറ്റ് ചേഞ്ചസ് വി വിൽ ഗെറ്റ് ബൂട്ട് സ്ട്രാപ്പ് സിസ്റ്റം. എന്താണ് ആ സ്ലൈറ്റ് ചേഞ്ചസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, ബാക്കി ഐ വിൽ ഗിവ് യു ആസ് എൻ അസൈൻമെന്റ്, അത് നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. ബിക്കോസ് റീജനറേറ്റീവ് ആൻഡ് റെഡ്യൂസ്ഡ് ആംബിയൻ സിസ്റ്റം, ആ 2 സിസ്റ്റം കൂടി എയർ റെഫ്രിജറേഷനിലുണ്ട്. സിമ്പിൾ ആണ്. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ ദാറ്റ് വിൽ ബി വെരി സിമ്പിൾ. അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, നൗ ഈ 3rd സ്റ്റേജ് വരെ സെയിം ആണ്. 3rd സ്റ്റേജിൽ നിന്ന് വെൻ ഇറ്റ് ഈസ് പാസ്ഡ് ഓൺ ടു ദ കമ്പഷൻ ചേമ്പർ, ബിഫോർ ദാറ്റ് വി വിൽ ബ്ലീഡ് ഔട്ട് എ ലിറ്റിൽ ഓഫ് ദ വർക്കിംഗ് ഫ്ലൂയിഡ് അറ്റ് സ്റ്റേറ്റ് 3. ഈ സ്റ്റേറ്റ് 3യിലെ സാധനം കുറച്ച് ഇങ്ങോട്ടേക്ക് എടുക്കും. അതിന് നമ്മൾ ഈ ബേസിക് സിസ്റ്റത്തിൽ നിന്നായിരുന്നു വി വിൽ പാസ് ഇറ്റ് ഓൺ ടു എ ഹീറ്റ് എക്സ്ചേഞ്ചർ, അല്ലെ, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്കാണ് പാസ് ചെയ്യുന്നത്. നമ്മൾ ഈ ബൂട്ട് സ്ട്രാപ്പ് സിസ്റ്റത്തിൽ, നൗ ഐ ആം എക്സ്പ്ലെയിനിങ് ദ സെക്കൻഡ് ടൈപ്പ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം, ബൂട്ട് സ്ട്രാപ്പ് സിസ്റ്റം. അതിൽ സംഭവിക്കുന്നത് 2 ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ടാവും. ഹീറ്റ് എക്സ്ചേഞ്ചർ 1, ഇത് ഹീറ്റ് എക്സ്ചേഞ്ചർ 2, 2 ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ടാവും. അതിൽ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ 3rd സ്റ്റേറ്റിൽ നിന്ന് വരുന്ന സാധനത്തിന് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നേരെ അടുത്ത ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെയും പാസ് ചെയ്യും. ഇത് പുറത്തേക്ക് എടുക്കും. ഇതിലേ പോയി ഇങ്ങോട്ട്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ പാസ് ചെയ്ത് പുറത്ത് വരുമ്പോൾ 4th സ്റ്റേറ്റ് ആവും. ഈ 4th സ്റ്റേറ്റ് സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ പാസ് ചെയ്ത് പുറത്ത് പോകുമ്പോൾ 5th സ്റ്റേറ്റ് ആവും. ഈ 2 ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് കുറച്ച് റാംഡ് എയറിനെ താഴേക്ക് എടുക്കുന്നുണ്ട്. ഇത് ഒരു ട്യൂബ് വഴി വി വിൽ പാസ് ഇറ്റ് ഓൺ ടു ബോത്ത് ദ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. 2 ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്കും ഈ റാംഡ് എയർ പാസ് ചെയ്യും. 2 ഹീറ്റ് എക്സ്ചേഞ്ചറിനും റാംഡ് എയർ പുറത്തേക്കും വരും, അതിന്റെ പുറത്തൂടെ. ഇനി ഈ 5th സ്റ്റേറ്റ് എന്നുള്ള സാധനമാണ് നേരെ നമ്മൾ എന്തിലേക്ക് ഉണ്ടാവും, ഇവിടെ ഒരു കൂളിംഗ് ടർബൈൻ വെച്ചിട്ട് കൂളിംഗ് ടർബൈനിലേക്ക് പാസ് ചെയ്യും. ഇത് കൂളിംഗ് ടർബൈനാണ്. സോ കൂളിംഗ് ടർബൈനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് സ്റ്റേറ്റ് 6.
കൂളിംഗ് ടർബൈനിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു എക്സോസ്റ്റ് ഫാനിന്റെ ഷാഫ്റ്റ് വെക്കും. കൂളിംഗ് ടർബൈനിൽ ഇത് ഫാനാണ്. കൂളിംഗ് ടർബൈനിൽ എക്സ്പാൻഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ആ വർക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഫാൻ കറക്കും. ഈ രണ്ട് എന്താ പറയുക റാംഡ് എയറിന്റെ എക്സിറ്റും കൂടി ഇതിലൊന്ന് ചേർന്ന് അതും കൂടി ഇതിൻ്റെ കൂടെ കമ്പൈൻ ആയി പോകും. ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്ന ഹോട്ട് എക്സോസ്റ്റ് ഗ്യാസസ്. ഇതാണ് ബൂട്ട് സ്ട്രാപ്പ് സിസ്റ്റം. ദാറ്റ് മീൻസ് ഈ ബൂട്ട് സ്ട്രാപ്പ് സിസ്റ്റത്തിൽ പ്രോസസ് 2 ഉണ്ട്, പ്രോസസ് 2 to 3 ഉണ്ട്, പ്രോസസ് 3 to 4 ഉണ്ട്, പ്രോസസ് 4 to 5 ഉണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ 5 to 6 ഉണ്ട്. ഈ രണ്ട് പ്രോസസ് ഇവിടെ അധികമായിട്ട് വരുന്നുണ്ട്. അതായത് 3 to 4 ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് റിജക്ഷൻ നടക്കുന്നു, 4 to 5 സെക്കൻഡ് ഹീറ്റ് റിജക്ഷൻ നടക്കുന്നു. അപ്പം 6 എന്ന് പറഞ്ഞ സാധനം ക്യാബിനിലേക്കാണ് പോകുന്നത്. അത് കൂടുതൽ തണുത്ത എയർ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഹലോ. ദിസ് ഈസ് ബൂട്ട് സ്ട്രാപ്പ് സിസ്റ്റം. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് ബൂട്ട് സ്ട്രാപ്പ് സിസ്റ്റം ആണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ബേസിക് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം, ബട്ട് ഓൺലി ഡിഫറൻസ് ഈസ് വി ആർ ആഡിങ് എ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഇൻ ദിസ് സിസ്റ്റം. ഒരു രണ്ടാമത്തെ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇതിൽ വെക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ ഇത്? Yes sir. Okay, good. So അടുത്ത രണ്ടെണ്ണം തൽക്കാലം ഐ വിൽ ഗിവ് ഇറ്റ് ആസ് അസൈൻമെന്റ്. നമുക്ക് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് എനിവേ റിവിഷന്റെ സമയമോ കാര്യങ്ങളോ കിട്ടുന്ന സമയത്ത് ഐ വിൽ എക്സ്പ്ലെയിൻ. റീജനറേറ്റീവ് ആൻഡ് റെഡ്യൂസ്ഡ് ആംബിയന്റ് ടൈപ്പ് ഓഫ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. ആ രണ്ട് സാധനം കൂടിയുണ്ട്. ഓക്കെ. ഇതിലുള്ള വേറൊരു കാര്യം വെച്ചാൽ ന്യൂമറിക്കൽസ് മേ കം ഫ്രം ഓൾ ദീസ് ടോപ്പിക്സ്. അത് സമയം പോലെ ഡിസ്കസ് ചെയ്യാം. അക്കോർഡിംഗ് ടു ദി അക്കാഡമിക് കലണ്ടർ ഫോർവേഡഡ് ബൈ അവർ കോളേജ് ഈ മൊഡ്യൂൾ തീരേണ്ട ദിവസം ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ. സോ ഐ ആം മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് മൊഡ്യൂൾ. ആ രീതിയിൽ പോകാനേ നിവൃത്തിയുള്ളൂ. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ട് ഓരോ മൊഡ്യൂൾ തീർക്കാൻ ഇവിടുത്തെ അക്കാഡമിക് കലണ്ടർ പ്രകാരം നടക്കൂല. Okay, so understand the limitations. Let us move on to second module. ഇതിൽ നമ്മൾ ന്യൂമറിക്കൽസ് ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ നോക്കിയത് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിന്റെ ന്യൂമറിക്കൽ നോക്കി. ബെൽ കോൾമാൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സ്ഡ് ജൂൾ ആണ്. അതിനെ തന്നെയാണ് നമ്മൾ ബെൽ കോൾമാൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ബ്രൈറ്റൺ സൈക്കിൾ എന്ന് വിളിക്കുന്നതും അല്ലെങ്കിൽ റിവേഴ്സ്ഡ് ബ്രൈറ്റൺ സൈക്കിളും അത് തന്നെയാണ്. അതിന്റെ ന്യൂമറിക്കൽ നോക്കി. ഇനി ഇപ്പം പഠിച്ച സിമ്പിൾ സിമ്പിൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം, ബൂട്ട് സ്ട്രാപ്പ് സിസ്റ്റം, അതുപോലെ റീജനറേറ്റീവും റെഡ്യൂസ്ഡ് ആംബിയന്റ്, ഇതിൽ നിന്നൊക്കെ ന്യൂമറിക്കൽ വരാം. അതിൽ നിന്ന് ന്യൂമറിക്കൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇഫ് വി ഗെറ്റ് ടൈം വി വിൽ ഡിസ്കസ് ദാറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഹലോ. Yes, sir. Okay, good. Now, second module, we have basically two sections. രണ്ട് സെക്ഷൻ ആണ്. രണ്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, രണ്ട് സെക്ഷനിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കംപ്രൈസസ് അറൌണ്ട് 25 to 30% of the module. ഓക്കെ. ആ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ പ്യുവർ തിയറിയാണ്. ആൻഡ് ദാറ്റ് തിയറി ഈസ് റിലേറ്റഡ് ടു ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് റെഫ്രിജറേഷൻ. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറിയാണ് ഫസ്റ്റ് സെക്ഷൻ. ഓക്കെ. സെക്കൻഡ് സെക്ഷൻ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും in terms of refrigeration, very significant concepts is coming in the second section of module 2, that is vapor compression refrigeration systems, VCRS, vapor compression refrigeration system. നിങ്ങളുടെ വീട്ടിലെ റെഫ്രിജറേറ്റർ തുറന്നാൽ അതിലുള്ള സിസ്റ്റം ഇതാണ്, VCRS, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. വളരെ ഫണ്ടമെന്റൽ ആണ്. റെഫ്രിജറേഷന്റെ
ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റെഫ്രിജറേഷൻ എന്ന സെക്ഷനിലെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ടോപ്പിക്കാണ്. വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ട്, വി ഹാവ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം ഓൾസോ. രണ്ടെണ്ണം ഉണ്ട്. അതിലൊന്നാണ് ഇത് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ഓക്കെ, എനിവേ we'll start the second module with the first section itself. Different methods of refrigeration. രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അത് കൺസെപ്റ്റ് മാത്രമേ പഠിക്കണ്ടൂ. ദാറ്റ് മീൻസ് യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫിഗർ, ഹൗ ഇറ്റ് വർക്ക്സ്, certain advantages or disadvantages, where is it applied. ഈ കാര്യങ്ങൾ മാത്രമേ ഈ സെക്ഷനിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, സോ let us understand the two different types of refrigeration methods that is given in your syllabus. Adile first method aanu method 1, that is known as vortex tube refrigeration. Vortex tube refrigeration. രണ്ടെണ്ണം പഠിക്കാനുള്ളത്. ഒന്ന് വോർട്ടെക്സ് ട്യൂബ് റെഫ്രിജറേഷനും സെക്കൻഡ് വൺ അഡിയാബാറ്റിക് ഡീമാഗ്നറ്റൈസേഷൻ ഓഫ് പാരാമാഗ്നറ്റിക് സോൾട്ട്സ്. എന്താന്നുള്ള പറയാം, സിമ്പിളാണ്. വോർട്ടെക്സ് ട്യൂബ് ഈസ് വെരി സിമ്പിൾ. ഫസ്റ്റ് വൺ ഈസ് വോർട്ടെക്സ് ട്യൂബ് റെഫ്രിജറേഷൻ. ഈ വോർട്ടെക്സ് എന്നുള്ള പേര് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഈ വോർട്ടെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ? സി, ഞാനിപ്പം കൺസിഡർ ദിസ് ടു ബി എ സിലിണ്ടറിക്കൽ ട്യൂബ്. ഈ സിലിണ്ടർ ട്യൂബിലേക്ക് ഇഫ് ഐ പാസ് ആൻ എമൗണ്ട് ഓഫ് ഗ്യാസ്, ഇതിങ്ങനെ സ്വേൾ ചെയ്ത് ഒരു ആക്ഷനിലാണ് ഇത് പാസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നതെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് ദ വോർട്ടെക്സ് എഫക്റ്റ്. ഈ സ്വേളിംഗ് എഫക്റ്റിനാണ് നമ്മൾ വോർട്ടെക്സ് എഫക്ട് പറയാം. ഇതിനുള്ള കൂടി ഇങ്ങനെ സിലിണ്ടറിക്കൽ കോൺസെൻട്രിക് സ്വേൾസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ് വോർട്ടെക്സ് എഫക്ട് എന്ന് പറയാം. സോ ഈ വോർട്ടെക്സ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വോർട്ടെക്സ് ജനറേറ്റർ, ഒരു നോർമൽ ജനറേറ്റർ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടാവും to convert that particular environment inside this tube, so that if a gas is passed within the tube, it will undergo this vortex phenomenon. ഈ vortex അല്ലെങ്കിൽ swirls, SWIRLS, swirl ചെയ്ത് പോകുന്ന ഫിനോമിനൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വോർട്ടെക്സ് ജനറേറ്റർ ഇതിൽ എപ്പോഴും സ്ഥാപിച്ചിട്ടുണ്ട്. Now, what is vortex tube refrigeration? Now, before understanding that, അതിന് മുന്നേ, അതായത് വോർട്ടെക്സ് ട്യൂബ് റെഫ്രിജറേഷൻ എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ I'll introduce another device which will help you to understand what is the process that is happening within the vortex tube refrigerator. Same process concept ആണ് ഈ vortex ട്യൂബിൽ സംഭവിക്കുക. So let me introduce to you cyclone separator. Cyclone separator എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, I hope you are able to see the figure. Figure കാണുന്നില്ലേ? Yes, sir. ഓക്കെ, ഇതാണ് ഒരു സൈക്ലോൺ സെപ്പറേറ്റർ. ആ ഫിഗർ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവുന്നുണ്ടോ? See, simple ആണ്. It is used for obtaining clean air. മനസ്സിലാവുന്നുണ്ടോ? അതായത് എയറിലെ ഇമ്പ്യൂരിറ്റീസ് കളഞ്ഞിട്ട് ക്ലീൻ എയർ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ സൈക്ലോൺ സെപ്പറേറ്റർ എന്ന് പറഞ്ഞത്. ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. See, we can separate the dust particles from air, from gas or even liquid stream without using a filter. Filter ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. ഇത് വോർട്ടെക്സ് സെപ്പറേഷൻ മെത്തേഡ് ആണ് എംപ്ലോയ് ചെയ്യുന്നത്. വോർട്ടെക്സ് സെപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വോർട്ടെക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ വോർട്ടെക്സ് ഫിനോമിനൻ കൊണ്ട് സെപ്പറേഷൻ ഡ്യൂ ടു ദ
change in difference in density. See, ആ ഫിഗറിൽ കാണുന്ന പോലെ you have the inlet. ആ ഡ്രൈ എയർ എന്ന് എഴുതിയാലാണ് ഇൻലെറ്റ് ഇല്ലേ? ആ ഇൻലെറ്റ് ഇറ്റ് എൻറ്റേഴ്സ് എ സിലിണ്ടറിക്കൽ ട്യൂബ്. സിലിണ്ടറിക്കൽ ട്യൂബിന്റെ ടോപ്പിൽ എന്താ ഉള്ളത്? യു ഹാവ് ആൻ ഓറിഫൈസ് ട്യൂബ്. ഒരു ഗ്യാസ് ഔട്ട്ലെറ്റ് ട്യൂബ് ഉണ്ട്, അതൊരു ഓറിഫൈസ് ആണ്. സോ വെൻ ദ ഡേർട്ടി എയർ, air with dust particles enters that cylindrical tube, it attains a swirling action. ആ ഡോട്ടഡ് ലൈനെ കൊണ്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് കാണിച്ചു കാണുന്നില്ലേ? That is a swirling action. അപ്പൊ ഈ swirling action കൊണ്ട് it reaches to the bottom side. ബോട്ടം സൈഡിന്റെ ഷേപ്പ് നോക്കി, it is in the shape of a nozzle അല്ലെ? ഒരു നോസിലിന്റെ ഷേപ്പിലാണ്. സോ വെൻ ഇറ്റ് റീച്ചസ് ടു ദ ഡൗൺവേർഡ് എൻഡ്, സ്റ്റാഗ്നേഷൻ ഒക്കേഴ്സ്. സ്റ്റാഗ്നേഷൻ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യുക? ദ ഡെൻസിറ്റി വേരിയേഷൻ ഒക്കേഴ്സ് ആൻഡ് നോക്ക്, ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് വിച്ച് ഈസ് അറ്റ് എ ഹയർ മാസ് ഓർ ഹയർ ഡെൻസിറ്റി, ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നേരെ താഴെ അടിഞ്ഞുകൂടും. അത് താഴത്തെ നോസിലിന്റെ വാൾവിലൂടെ താഴേക്ക് വീഴും. സോ വെൻ ദിസ് ഡസ്റ്റ് ഈസ് സെപ്പറേറ്റഡ്, മറ്റേതെന്താവും? റിമൈനിങ് എയർ വിൽ ഗെറ്റ് ലൈറ്റർ വിത്ത് ലെസ് ഡെൻസിറ്റി. ലെസ് ഡെൻസർ ആയിട്ട് സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങും. സോ മുകളിലത്തെ ഒറിഫൈസിലൂടെ ഇപ്പൊ എന്താ സംഭവിക്കുക? നേരെ ഡയറക്ഷനിൽ ഇപ്പൊ സ്വേൾ ചെയ്തിട്ട് ക്ലീൻ എയർ മുകളിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ആണോ? ഇതാണ് സൈക്ലോൺ സെപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഫിൽട്ടർ യൂസ് ചെയ്യാതെ വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എയർ ക്ലീൻ ചെയ്ത് കിട്ടും. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഹാസ് ലിമിറ്റേഷൻസ്. ഫിൽട്ടർ യൂസ് ചെയ്തതിന്റെ അത്രയും ക്ലീനർ എയർ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടൂല. എല്ലാ ഇമ്പ്യൂരിറ്റീസും മാറുമെന്ന് ചോദിച്ചാൽ മാറൂല. കാരണം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് മേജറായിട്ട് നമുക്ക് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ? Okay, somewhat similar kind of action happens in vortex tube refrigeration. Okay, it is one of the very non-conventional type of refrigeration systems for producing refrigeration effect. വളരെ നോൺ കൺവെൻഷണൽ മെത്തേഡാണ്. ഈ മെത്തേഡ്സ് ഓഫ് റെഫ്രിജറേഷനിലെ ഒരു നോൺ കൺവെൻഷണൽ മെത്തേഡാണ് ഈ വോർട്ടെക്സ് ട്യൂബ് റെഫ്രിജറേഷൻ. അതായത് ബേസിക്കലി ഒരു ഹൈ പ്രഷർ ഗ്യാസിന്, അതായത് കംപ്രസ്ഡ് ഗ്യാസിന്, ഇറ്റ് വിൽ ബി അലൗഡ് ടു എക്സ്പാൻഡ് ത്രൂ എ നോസിൽ വിച്ച് വിൽ ബി ഫിറ്റഡ് ടാൻജൻഷ്യലി ടു എ പൈപ്പ്. ഒരു പൈപ്പിന്റെ അറ്റത്ത് ടാൻജൻഷ്യൽ ആയിട്ട് ഒരു നോസിൽ ഫിറ്റ് ചെയ്താൽ ആ നോസിലൂടെ എന്ത് ചെയ്യും? ഒരു കംപ്രസ്ഡ് എയർ ഉള്ളിലേക്ക്, ഒരു ചേമ്പറിനുള്ളിലേക്ക് കടക്കുമ്പോൾ അത് എക്സ്പാൻഡ് പുറത്തേക്ക് വരും. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് ഈസ് വാട്ട് prompted to have a swirling or vortex action. അതിലേക്ക് ഒരു vortex action ചെയ്യുമ്പോൾ ഇപ്പൊ ഇതിൽ കാണിച്ച പോലെ തന്നെ ഹോട്ട് എയർ സെപ്പറേറ്റഡ് ആയിട്ട് ലോ എയർ ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് വരും. അതാണ് സംഭവിക്കുക. Okay, see, can you see this figure? ഈ ഫിഗർ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? Okay. ഇതാണ് ബേസിക്കലി ഒരു വോർട്ടെക്സ് ട്യൂബ് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്താണെന്നുള്ളത് ശരി. Consider this to be a cylindrical tube. ഈ സിലിണ്ടറിക്കൽ ട്യൂബിന് രണ്ട് എൻഡ് ഉണ്ട്. ഇത് ഹോട്ട് എൻഡ് അല്ലെങ്കിൽ ഹോട്ട് റീജിയൻ, ഇത് കോൾഡ് റീജിയൻ എന്ന് പറയാം. ഈ സിലിണ്ടറിക്കൽ ട്യൂബിന്റെ ഒരു ഭാഗത്ത് വി ഹാവ് എ ഡയഫ്രം. ഒരു ഡയഫ്രം വെക്കുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു അഡിയാബാറ്റിക് വാളാണ്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ അഡിയാബാറ്റിക് ഈ ഡയഫ്രത്തിന്റെ ചെറിയൊരു ഈ നടുക്കത്തെ ഒരു സ്പേസിൽ ഐ എം
keeping an orifice space. ചെറിയൊരു orifice space ഇവിടെ ബാക്കി വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി adjacent to this diaphragm നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഇങ്ങനെ ഒരു ഇൻലെറ്റ് വെക്കുന്നുണ്ട്. ഈ ഇൻലെറ്റിലേക്ക് എന്താ സംഭവിക്കുന്നത്? ഈ ഇൻലെറ്റിലേക്കാണ് കംപ്രസ്ഡ് എയർ വരിക, എൻ്റർ ചെയ്യുക. compressed air will enter. Enter ചെയ്യുന്ന സമയത്ത് because the diaphragm is kept at the left side or adjacent to this inlet, ഇതിന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അത് തടഞ്ഞിക്കും ആ ഡയഫ്രം. അതുകൊണ്ട് എന്ത് സംഭവിക്കുക? ഇതിന് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ ബോഡിയിൽ, അതായത് ഈ ട്യൂബിന്റെ കണക്ട് ചെയ്തിട്ട് വി വിൽ ഹാവ് എ ജനറേറ്റർ, ഒരു വോർട്ടെക്സ് ജനറേറ്റർ അറൌണ്ട് 10 lakh RPM ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വോളിംഗ് ആക്ഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ദ എയർ വിച്ച് ഈസ് എൻറ്ററിങ് ദി ക്യാബിനറ്റ് ഫ്രം ദ ഇൻലെറ്റ്, ഈ ഇൻലെറ്റിലൂടെ എൻ്റർ ചെയ്യുന്ന എയറിന് ഇറ്റ് വിൽ സ്റ്റാർട്ട് occupying or having this kind of vortex motion. ഈ ഒരു വോർട്ടെക്സ് മോഷൻ ഉണ്ടാകുന്നു. ഈ വോർട്ടെക്സ് മോഷൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ വാട്ട് ഹാപ്പൻസ് ഈസ്, നമ്മൾ ഇവിടെ ഒരു ത്രോട്ടിൽ വാൾവ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെന്താന്നുള്ള പറയാം. ഈ എൻഡിൽ, ഹോട്ട് എൻഡിൽ വി വിൽ ബി ഫിറ്റിംഗ് എ ത്രോട്ടിൽ വാൾവ്. ജസ്റ്റ് ത്രോട്ടിൽ വാൾവ് ഞാൻ ഈ ഒരു റെക്ടാംഗിൾ ഷേപ്പിലൂടെ വരക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ലെറ്റ് ദിസ് ബി എ ത്രോട്ടിൽ വാൾവ്. ഈ ത്രോട്ടിൽ വാൾവിന് ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. Okay, so see, the vortex effect within the tube makes the air to travel in a spiral-like motion. It moves along the periphery. ഈ സർഫസിന്റെ മേലെ സൈഡ് കൂടെ ഇങ്ങനെ പെരിഫറിയിലൂടെ ഒരു സ്പൈറൽ മോഷനിൽ അതിങ്ങനെ മൂവ് ചെയ്യും. ആൻഡ് ഇറ്റ് റീച്ചസ് ദി ഹോട്ട് എൻഡ്. ഹോട്ട് എൻഡ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് അവിടെ ചൂട് കൊടുക്കുന്നൊന്നുമില്ല, ആ എൻഡിന് ഹോട്ട് എൻഡ് എന്നുള്ളൊരു പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. Okay, now here, since we have a throttle valve, it restricts the flow of this swirling air. അതിന്റെ ഫ്ലോനെ റെസ്ട്രിക്ട് ചെയ്യും. ദാറ്റ് മീൻസ് വാട്ട് ഹാപ്പൻസ്, അതിന്റെ കൈനറ്റിക് എനർജി, അതായത് വെലോസിറ്റിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ കൈനറ്റിക് എനർജി ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു പ്രഷർ എനർജി. ആ പ്രഷർ റിസൾട്ട്സ് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ. ഈ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്തായിരിക്കും? വിച്ച് വിൽ ബി ഓൾവേസ് ഹയർ ദാൻ ദ പ്രഷർ ഇൻ ദ നോസിൽ. അപ്പൊ ഈ നോസിലിനെക്കാട്ടി ഹയർ പ്രഷർ ആയതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് അതായത് ഈ എൻഡിൽ സ്റ്റാഗ്നേഷൻ പ്രഷർ, ഇവിടെ സ്റ്റാഗ്നേഷൻ പ്രഷർ എത്തുമ്പോൾ സമയത്ത് ഇവിടെ പ്രഷർ ഹൈ ആയതുകൊണ്ട് നേരെ ഇവിടുന്ന് വെച്ചാൽ ഫ്ലോ റിവേഴ്സ് ചെയ്യാൻ തുടങ്ങും. ഇതിന്റെ ഫ്ലോ റിവേഴ്സ് ചെയ്യും. ഈ വരുന്ന റെഡ് ലൈൻസിന്റെ എയറിന്റെ ഫ്ലോ റിവേഴ്സ് ചെയ്തിട്ട് ഇത് നേരെ തിരിച്ച് ഇതേ സ്പൈറൽ ആക്ഷനിൽ തിരിച്ച് ഇത് മൂവ് ചെയ്യും ഇങ്ങനെ ഇതിന്റെ ഇടയിലൂടെ. സോ ഈ സ്റ്റാഗ്നേഷൻ പ്രോസസ്സ് സംഭവിക്കുന്നുണ്ട്. ഈ എൻഡിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഹോട്ട് എൻഡിൽ ഈ കംപ്രസ്ഡ് ഹോട്ട് എയർ സ്വോളിംഗ് ആക്ഷൻ എൻഡിൽ എത്തുമ്പോൾ ഈ വാൾവ് ഈ ഡയറക്ഷനിലേക്ക് നീങ്ങുമ്പോൾ ഈ ഹോട്ട് ഗ്യാസസ് ഇതിലൂടെ പുറത്തേക്ക് എസ്കേപ്പ് ആവും. അപ്പൊ ഈ ഹയർ പ്രഷറിൽ റിമെയിൻ ചെയ്യുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതായത് ഹയർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രഷർ കൂടുതൽ എന്നല്ല, ഇൻലെറ്റ് പ്രഷറിനെക്കാട്ടിയും കൂടുതലുള്ള സ്റ്റാഗ്നേഷൻ പ്രഷർ. ഈ റിവേഴ്സ്, അതായത് ഈ ഫ്ലോ റിവേഴ്സ് ചെയ്ത സാധനം എന്താ സംഭവിക്കുന്നത്, ഇവിടുന്ന് ഫ്ലോ റിവേഴ്സ് ആകുന്നുണ്ട് ഡ്യൂ ടു പ്രഷർ ഡിഫറൻസ്. നൗ സോ സിൻസ് ഹോട്ട് gases will be exiting through this end to the atmosphere, തിരിച്ച് ഇങ്ങോട്ടേക്ക് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ വന്ന് പുറത്തേക്ക് പോകുന്ന ഈ എയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി കൂൾ എയർ, ഒരു ചില്ലിങ് എഫക്റ്റ് ഉണ്ടാവും. ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഞാൻ ഇപ്പൊ പറഞ്ഞ മനസ്സിലായിനോ? ഓക്കെ, ഇതാണ് വോർട്ടെക്സ് ട്യൂബ് റെഫ്രിജറേഷൻ. നൗ ബേസിക് കൺസെപ്റ്റ് ആണ്. കൺസെപ്റ്റ് തൽക്കാലം കൺസെപ്റ്റ് നമുക്ക് ഇവിടെ നിർത്താം. ടൈമായി. ഐ വിൽ ടേക്ക് ദ
അറ്റൻഡൻസ് ഉണ്ടാവും. കൺസെപ്റ്റിന് ശേഷം ടുമോറോ ഞാൻ ഇതിന്റെ ബാക്കി അഡ്വാൻറ്റേജും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് കുറച്ചും കൂടി ഫോർമലായിട്ട് അതിൽ എക്സ്പ്ലെയിൻ ദി പ്രോസസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് എടുക്കട്ടെ, എന്നിട്ട് യു ക്യാൻ ലീവ്.